പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് തുടക്കം. മോദി സർക്കാരുകളുടെ ഭരണനേട്ടങ്ങളെയും പദ്ധതികളെയും പ്രശംസിച്ച് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗം. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പാക്കുന്നതിന് പ്രഥമ പരിഗണനയെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. 2047 വികസിത ഇന്ത്യ എന്ന് ലക്ഷ്യമിട്ടുള്ള ബജറ്റെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാമ്പത്തിക സർവേ ലോക്സഭയിൽ വച്ചതിനു ശേഷം പാർലമെന്റ് നാളത്തേക്ക് പിരിഞ്ഞു. മോദി സർക്കാരിന്റെ കഴിഞ്ഞ 10 വർഷത്തെ ഭരണനേട്ടങ്ങളും മൂന്നാം NDA സർക്കാരിന്റെ പദ്ധതികളെയും വാനോളം പുകഴ്ത്തിയായിരുന്നു രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗം. മുൻ സർക്കാരിനേക്കാൾ 3 ഇരട്ടി വേഗത്തിലാണ് മൂന്നാം മോദി സർക്കാർ മുന്നോട്ടു പോകുന്നതെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു അവകാശപ്പെട്ടു. കർഷകർ, സ്ത്രീകൾ, മധ്യവർഗക്കാർ തുടങ്ങി മേഖലകളിലെല്ലാം സർക്കാർ പദ്ധതികൾ ലക്ഷ്യം കണ്ടു. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പാക്കുന്നതിന് പ്രഥമ പരിഗണന നൽകുമെന്നും ബക്ക ഭേദഗതി ബിൽ അവതരിപ്പിക്കാനായെന്നും രാഷ്ട്രപതി പറഞ്ഞു. भारत की विकास यात्रा के इस अमृतकाल को आज मेरी सरकार अभूतपूर्व उपलब्धियों के माध्यम से नई ऊर्जा दे रही है. तीसरे कार्यकाल में 3 गुना तेज गति से काम हो रहा है. वन इलेक्शन और वक्फ अधिनियम संशोधन जैसे कई महत्वपूर्ण विषयों पर भी सरकार ने तेज गति से कदम आगे बढ़ाए. 2047 വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം മുന്നിൽ നിർത്തിയുള്ള ബജറ്റാണ് അവതരിപ്പിക്കാൻ പോകുന്നതെന്ന് സമ്മേളനത്തിന് മുന്നോടിയായി നരേന്ദ്രമോദി പറഞ്ഞു. സമ്മേളനം സുഗമമാക്കാൻ പ്രതിപക്ഷ സഹകരണവും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. 2047 जब आजादी के 100 साल होंगे, विकसित भारत का जो संकल्प देश ने लिया है, ये बजट सत्र, ये बजट एक नया विश्वास पैदा करेगा. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തോടെ ബജറ്റ് സമ്മേളനത്തിന് തുടക്കമായി. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറും പാർലമെന്റിനെ അഭിസംബോധന ചെയ്തു. ഉപരാഷ്ട്രപതിയുടെ പ്രസംഗത്തിനിടെ മഹാകുംഭമേളയിലെ അപകട മരണം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പ്രതിപക്ഷം പ്രതിഷേധ സ്വരം ഉയർത്തി. നാളെയാണ് മൂന്നാം NDA സർക്കാരിന്റെ 2ാം സമ്പൂർണ്ണ ബജറ്റ്. കൈരളി ന്യൂസ്, ദില്ലി.